അതായത് നമ്മൾക്ക് ഇപ്പോൾ ഒരു നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇപ്പം നിങ്ങൾക്ക് മക്കളില്ല എന്ന് വിചാരിച്ചോ, കല്യാണം കഴിച്ചൊരു 31 വർഷമായി മക്കളില്ല. അപ്പോൾ അങ്ങനെ കണ്ടാൽ അറിയാൻ നമുക്ക് 55-56 വയസ്സുണ്ടെന്ന് തോന്നും. അങ്ങയുടെ ചേടത്തിക്കും ഉണ്ട് ഏതാണ്ട് 53 വയസ്സ്. അപ്പോൾ എനിക്ക് അവർ മക്കളില്ല എന്നും പറഞ്ഞ് എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിലവിളിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ദൈവമേ, അമ്മ എന്തുമാത്രം മനുഷ്യർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കണേ. ഇവർക്കിത് ചെയ്താൽ നല്ലതാവും. എന്താ കാര്യം? എന്നിട്ട് ഞാൻ ഓർക്കണത്, ഈ മനുഷ്യനെ ഒരു കൊച്ചു ജനിച്ച് അതിന് 10 വയസ്സാകുമ്പോൾ തന്നെ ഇവർക്ക് 56 വയസ്സ് 65 വയസ്സെങ്കിലും ആവും. 15 വയസ്സാകുമ്പോൾ അതിന് 70 വയസ്സാവും വല്യപ്പന്. എന്നാൽ ഈ അങ്ങനെ ഒരു കാര്യങ്ങളിൽ പോലും മാതാവിൻ്റെ അടുത്ത് വന്ന് കരയാമെന്ന് തോന്നിയപ്പോൾ ഈ കൃപാസന അമ്മയെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ഒരു ധാരണ കണ്ടില്ലേ? ആ ധാരണ എങ്ങനെ ഉണ്ടായതാണത്? ആൾക്കാരുടെ ഞാൻ പറഞ്ഞുണ്ടാക്കിയ ധാരണയാണത്? അല്ല, ഒരിക്കലും അല്ല. അത് ആൾക്കാരുടെ അനുഭവങ്ങളിൽ നിന്ന് ആൾക്കാർക്ക്, അതായത് 55-ാമത്തെ വയസ്സിലും കൃപാസന അമ്മയെടുത്ത് വന്ന എനിക്കൊരു കുഞ്ഞ് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ദൈവം അത് ചെയ്തു തരുമെന്ന്. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത്. ഞാൻ അവർക്ക് വേണ്ടി തണുക്ക പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. കാര്യം ഈ ദിവസങ്ങൾ വന്ന സാക്ഷ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തും പ്രാർത്ഥിക്കാൻ നമുക്ക് തോന്നിപ്പോണ രീതിയിലുള്ള ആത്മവിശ്വാസമാണ് നമുക്ക് തരണത്. കാര്യം ഈ സുരേഷിൻ്റെ സാക്ഷ്യമില്ലേ? സുരേഷ് എന്താ ചെയ്തിരിക്കുന്നത്? സുരേഷിന് കാല് അസ്ഥി വളരുകയോ ഉപ്പുറ്റി പൊങ്ങുകയോ ഒക്കെ ചെയ്ത് 2 ഓപ്പറേഷൻ കഴിഞ്ഞ് 3ാമത്തെ ഓപ്പറേഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ ഡോക്ടർ ടോർച്ചടിച്ച് നോക്കി, അത് പഴുപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ മെഡിക്കൽ നിരീക്ഷണത്തിലായിരിക്കണം, അതേ കാല് മുറിക്കേണ്ടി വരുമെന്നല്ലേ പറഞ്ഞത്. അപ്പം സുരേഷ് പറയണ ഒരു കാര്യമുണ്ട്. എന്താ പറയണത്? ഞാൻ കാലിനൊന്നും മുറിക്കണില്ല, ഇനി ഒരു ഡോക്ടറിനും കാണുന്നില്ല. എന്താണ്? ഞാൻ എൻ്റെ അമ്മയെടുത്ത് പോകണമെന്ന്. കണ്ടിട്ടില്ല ആ മനുഷ്യരമ്മനെ, കണ്ടിട്ടില്ല. കൃപാസനമൊന്നും കേട്ടിട്ടുള്ള 10 രൂപ കിട്ടിയിട്ടുള്ള പത്രം 3 ദിവസം ഇരുന്ന് വായിക്കുന്നുണ്ട് പുള്ളി. ഈ ഒരു പത്രം കിട്ടിയിട്ട് അത് തിരിച്ചും മറിച്ചും 3 ദിവസം ഇരുന്ന് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ദൈവം അദ്ദേഹത്തിന് തോണ്ടി വന്ന്. അതുകൊണ്ടാണല്ലോ ആ വിശ്വാസം കയറിയത്. അപ്പോൾ വിശ്വാസം കയറിയപ്പോൾ അദ്ദേഹം പറയണത്, ഞാനിനി അമ്മയെടുത്ത് പോയിട്ട് കാല് കാണിക്കട്ടെ എന്നാണ് പറയണത്. അപ്പോൾ കാല് കാണിക്കണമെന്ന് അത് അത്ര ഇങ്ങനെ എത്രയോ പത്തനംതിട്ട എവിടെയുള്ള മനുഷ്യൻ ഇവിടെ വരാൻ പറ്റിയ ഒരു കണ്ടീഷൻ അല്ല. കാല് ഓട്ടോ ഡ്രൈവറായതോ ആണ്. അപ്പോൾ കാല് കൊണ്ടുള്ള പരിപാടിയാണ് ഉള്ളത്. ഈ കാലാണെങ്കിൽ തൊട്ട ജീവൻ പോണ കാലുമാണ്. അത് വെച്ചുകൊണ്ട് ഇവിടം വരെ ഓടിക്കാനും പറ്റണില്ല. എങ്കിലും വൈഫായിട്ട് പോന്നിരിക്കുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സ് തളർന്ന് ഇടയ്ക്ക് വെച്ച് വീണ് പോയി. പിന്നെ പറഞ്ഞ്, അമ്മേ, എന്നെ അമ്മ തന്നെ അകത്ത് അവിടെ എത്തിക്കണമെന്ന് പറഞ്ഞു. അതാണ് വിഷയം. പഴുത്ത കാലുമായിട്ട് ഓടിക്കാൻ പറ്റാത്ത പ്രാണം പോണ വേദനയുമായിട്ട് വഴി വീണ് കിടക്കുകയാണ് ആൾ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ റെസ്റ്റ് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ അമ്മേ, എന്നെക്കൊണ്ട് പറ്റത്തില്ല, എന്നെ അമ്മ ഈ കാല് സുഖപ്പെടുത്തുമെങ്കിൽ അമ്മ തന്നെ എന്നെ കൊണ്ട് എത്തിക്കണമെന്ന് പറഞ്ഞ അവിടെ. ഈ മനുഷ്യന്മാർ പറയണ വാക്കുകളെ ചങ്കെക്കൊണ്ടാണ് പറയണത്. അത് ആത്മാർത്ഥമാണെങ്കിൽ ദൈവം അതുപോലെ തന്നെ എടുക്കും. ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ച് ഒക്കട്ടെ, കിട്ടിയ ഊട്ടിയതൊക്കെ പറഞ്ഞ് പറയുന്നത് അവന്മാരാണ് വന്ന് പാഴ്സൽ പണി മേടിക്കുന്നത്. അല്ലാത്ത ആത്മാർത്ഥമായിട്ടാണ് ദൈവത്തെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ആ ഓൺ ദ സ്പോട്ടിൽ ഹിറ്റാവും. അത് എന്താ സംഭവിച്ചിരിക്കണത്? സെക്കൻഡ് അയാൾ പറഞ്ഞു, ഞാനൊന്ന് മയങ്ങി അങ്ങോട്ട് കയറി ബ്രേക്കെ പിടിച്ച് പിന്നെ ഞാൻ ഇവിടെ വന്നത് ഓർക്കുന്നുണ്ടെന്ന്. അമ്മ എന്നെ പറത്തിക്കൊണ്ടുപോകുന്ന പോലെ ഞാൻ വന്നു. എൻ്റെ വൈഫ് എന്നെ വിളിച്ച്, വൈഫിൻ്റെ തോളയിൽ ഞാൻ ഈ പ്രാണം പോകുന്ന വേദന ഉണ്ടെങ്കിലും വൈഫിൻ്റെ തോളെ കൈയിട്ട് ഞാൻ ഒറ്റക്കാലായിട്ട് കൊന്തി വരികയാണ്.
അപ്പം ചീട്ട് കിട്ടാൻ ഒരു മാർഗവുമില്ല, കാര്യം ഇവിടെ രേഖകളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പം ചീട്ട് കിട്ടാനുള്ള മാർഗമില്ലാതെ ഉടമ്പടി എടുത്തിട്ട് അവിടെ നിൽക്കുന്ന ആൾ. അപ്പോൾ ഒരമ്മ വന്നിട്ടും പറഞ്ഞ് ഇയാൾക്ക് ചീട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് അപ്പം തന്നെ മാനേജർ എഴുതി കൊടുത്ത്. അതാരാണെന്ന് ഇപ്പോഴും അറിയത്തില്ല അയാൾക്ക്. അതാണ് രസം. ഈ അമ്മയെ പിന്നീട് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് മാതാവിൻ്റെ രീതിയിലാണ് കണ്ടിരിക്കുന്നത്. ഭയങ്കര രസമായി ഈ സഞ്ചാരി മാതാവിൻ്റെ വിഷയങ്ങൾ. അതായത് ഇതിന് ശേഷം ഈ മനുഷ്യൻ ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ ഇയാളുടെ കയ്യിലുള്ള പേപ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിന്ന് എഴുതി കൊടുത്ത പേപ്പർ ഞാൻ മാതാവിന് കൊടുത്തിട്ട് ഇയാളുടെ കാലയിൽ താഴെ ഇരുന്ന് കാലാഭരണത്തിൽ കൈവച്ച് കുറേ നേരം ഇരുന്ന് വിശ്വാസപ്രമാണം ചെല്ലും. അപ്പം അത് എന്തുകൊണ്ടാണ് വിഷയം എന്ന് പറയണത്, ഈ ദൈവം ഏറ്റെടുത്ത കേസാണെങ്കിൽ ഗ്രീൻ ചാനലിൽ പോരും. അത് എന്ത് വിഷയമാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ എനിക്ക് അയാളെ കണ്ടു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ സുഖപ്പെടത്തില്ലെന്ന് ആർക്കും മനസ്സിലാവും. പക്ഷെ എൻ്റെ മനസ്സ് പറയട്ടെ, അമ്മ ഇയാളെ സുഖപ്പെടുത്തുമെന്ന്. അതാണ് വിഷയം. ആ വിഷയമാറ്റം അതാണ്. നമ്മളെ നേരിട്ട് കണ്ട അയാളെ സുഖപ്പെടത്തില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ അമ്മ ഒരു ബോധ്യം നിന്നിരിക്കുകയാണ്, ആ കേസ് ഞാൻ ഏറ്റെടുത്തുള്ള കേസാണ്, അത് നീ ഞാൻ തൊട്ടാൽ മതി, നീ വലിയ അഭ്യാസമൊന്നും കാണിക്കണ്ട, വലിയ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിക്കേണ്ട, ജസ്റ്റ് തൊട്ടാൽ മതി, ആ വിഷയം ടേക്കപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ തൊട്ട് പ്രാർത്ഥിക്കുക മനുഷ്യനെ വിട്ട് വീട്ടിൽ ചെന്നപ്പോഴുണ്ട് ഈ സാധനം കരിഞ്ഞിരിക്കണം. അപ്പം അയാൾ അതിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്, അന്ന് അയാൾ ഒരു സ്വപ്നം കണ്ടേ രാത്രി. ജോസഫച്ചൻ തൊട്ട കാര്യമല്ല ഇത്. അന്ന് അമ്മ തന്നെ വന്നിട്ട് അയാളുടെ കാര്യത്തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് രസം. അമ്മ തന്നെ വന്നിട്ട് കാര്യത്തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ സാധനം കരിഞ്ഞത്. ഇപ്പം ഞാൻ ഓർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളൊന്ന് സത്യസന്ധമായി ദൈവതിരുസന്നിധി, എൻ്റെ മക്കളോട് ഞാൻ എപ്പോഴും ശാസിച്ച് സംസാരിക്കണില്ലേ നിങ്ങളോട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ ആലപ്പുഴ നടന്ന് കാല് തേയേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ മര്യാദക്കൊന്ന് ആത്മാർത്ഥമായ ദൈവത്തോട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവസ്നേഹത്തോടെ ചെയ്യണം, ദൈവത്തിന് വേണ്ടി ചെയ്യണം. അല്ലാതെ എന്തെങ്കിലും കാര്യം കാണാൻ വേണ്ടി തൽക്കാലത്തേക്ക് കുറുക്കം പണ്ട് നീലച്ചായത്തിൽ വീണ പോലെ ചാഞ്ഞ് വീണിട്ട് കാര്യമില്ല. മഴ പെയ്യുമ്പോൾ കളർ പോകത്തില്ല, ദൈവത്തിന് ഗ്യാരണ്ടി കൊടുക്കണം. ഇവിടുത്തെ മെയിൻസ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചൂടാണത്. പല ആൾക്കാരും ഉടമ്പടിക്കുന്ന കുറുക്കൻ നീലച്ചായത് വീട്ടിൽ ശ്രീകൃഷ്ണനായി പോയ പോലുള്ള സംഭവമാണ്. കുറച്ച് നാളത്തേക്ക് ഉപവാസവും, കുറച്ച് നാളത്തേക്ക് അതുപോലെ തന്നെ ദാനധർമ്മവും, കുറച്ച് നാളത്തേക്ക് മിണ്ടടക്കം പാലിക്കലും സമാധാന കാംക്ഷികളുമായിട്ടൊക്കെ നടക്കും. അത് നീലച്ചായത്ത് വീണതാ. മഴ പെയ്യുമ്പോൾ ചായ പോകും. നമുക്ക് ദൈവത്തോട് കാണിക്കേണ്ടത്, ദൈവമേ ഏത് മഴ പെയ്താലും ഉടമ്പടിക്കാലം കഴിഞ്ഞാലും എൻ്റെ കളർ പോകത്തില്ല, ഗ്യാരണ്ടിയാണെന്ന് പറയണം. ദൈവത്തിനൊരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ എൻ്റെ മക്കളെ, ഇന്ന് സഞ്ചാരി മാതാവ് നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാനായി എന്നെ ഇവിടെ കൊണ്ടുവന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സോണിയ, ഇത് എൻ്റെ ഭർത്താവ് സേവ്യർ. ഞങ്ങൾ വരുന്നത് തിരുവനന്തപുരം പൂന്തുറയിൽ നിന്നുള്ള സ്ഥലത്ത് നിന്നാണ്. എനിക്ക് ഇവിടെ ഉടമ്പടിയെടുക്കാൻ ആദ്യമായി പരിചയപ്പെടുത്തത് നെയ്യാറ്റിൻകരയുള്ള ഒരു ആൻറ്റിയാണ്. ആൻറ്റി ഒരു കൃപാസന പത്രം എൻ്റെ കയ്യിൽ വച്ച് തന്നു സെപ്റ്റംബർ മാസം. അപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഉടമ്പടി എടുക്കാൻ. ആ പത്രം വായിച്ച് അതിലുള്ള സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ എനിക്കും തോന്നി ഇവിടെ വന്ന് എനിക്കും ഒരു സാക്ഷിയാകണമെന്ന്. അങ്ങനെ
ഇവിടെ വന്ന് ഒക്ടോബർ 11 2025 ഒക്ടോബർ 11 ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി വെളുപ്പിന് 5:00 തിരി കത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അപ്പോൾ തന്നെ മാതാവിൻ്റെ കൃപാസന അമ്മ മാതാവിൻ്റെ രൂപം തിരി ഉരുകി വന്ന് അമ്മയുടെ രൂപം പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ അത് കണ്ടിട്ടും എൻ്റെ ജീവിത പങ്കാളി അത് വിശ്വസിച്ചില്ല. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞിട്ടും എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു വിശ്വാസമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ മദ്യപിക്കുമായിരുന്നു. എന്നിട്ട് ഒക്ടോബർ 25 ജപമാല റാലിയുടെ അന്നും നല്ല രീതിയിൽ മദ്യപിച്ചു. അപ്പോൾ ഞാൻ കൃപാസന മാതാവിൻ്റെ കരഞ്ഞു പ്രാർത്ഥിച്ചു, എൻ്റെ സഞ്ചാരി അമ്മേ, ഞാൻ എന്തിനാണ് അവിടെ വന്ന് ഉടമ്പടി എടുത്തത്? എന്നെ ഇത്രയും സങ്കടപ്പെടുത്താനാണെങ്കിൽ എന്തിനാണ് എൻ്റെ അമ്മ അവിടെ എന്നെ കൊണ്ടുവന്നത്? എന്നെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടേ? എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ചു? അമ്മയുടെ മകന് എങ്ങനെ സംരക്ഷണം നൽകുന്നുവോ അതുപോലെ എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കണമേ എന്ന് കരഞ്ഞ് അമ്മയോട് ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ വീട്ടിൽ ഇരുന്ന് കൊണ്ട് മുട്ടിപ്പായി കരഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞായറാഴ്ച 1ാമത്തെ കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ജീവിത പങ്കാളി വീട്ടിലെ പ്ലാവ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു മേശയിട്ട് സ്റ്റൂളയിട്ട് അതിമേൽ കയറിയപ്പോൾ സ്റ്റൂള് സ്ലിപ്പായി അത്ര ഹൈറ്റിൽ നിന്ന് താഴെ വന്ന് വീണ് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ യൂറിൻ പാസ് ചെയ്യുന്നിടത്ത് നിന്ന് യൂറിൻ വരേണ്ടതിന് പകരം രക്തമാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോഴും എന്നോട് വന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ പറയുന്നു, യൂറിൻ പോകേണ്ടതിന് പകരം എനിക്ക് വരുന്നത് രക്തമാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അന്ന് ഞായറാഴ്ച. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കെങ്കിൽ തിങ്കളാഴ്ച പോകാം. അപ്പോൾ പോയി ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല, നമുക്ക് സ്റ്റോൺ ഉണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നും പറഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞു. നോക്കി ടെസ്റ്റ് ചെയ്ത് കുറേ ടെസ്റ്റുകളെല്ലാം നടത്തി, ഒരു കുഴപ്പവുമില്ല. 3-4 ആഴ്ചയായിട്ടും ആ മൂത്രമൊഴിക്കുന്നിടത്ത് 2 ബോളും നീര് കെട്ടി വീർത്ത് നല്ലോണം വലിപ്പത്തിലായി. പിന്നീട് ഒരു 3.5 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് പഴുക്കുവാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ മാതാവിൻ്റെ കരഞ്ഞ് പ്രാർത്ഥിച്ചെന്തെന്ന് വെച്ചാൽ, മാതാവേ അത് കത്തി വയ്ക്കാൻ ഇടവരുത്തരുതേ എന്ന് പറഞ്ഞ് മുട്ടിപ്പായി ഞാൻ കരഞ്ഞ് വിളിച്ചപേക്ഷിച്ചു. പക്ഷേ അത് ഓപ്പറേഷൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ പഴുത്ത് അത് 3.5 ആഴ്ച കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ഓപ്പറേഷന് കൊണ്ടുപോയപ്പോൾ ഞങ്ങൾക്ക് വലിയ സാമ്പത്തികമൊന്നുമില്ല, ഞങ്ങൾ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. അപ്പോൾ എൻ്റെ ഭർത്താവ് ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ ഓട്ടോക്കാർ കാണാൻ വന്നപ്പോൾ ഒരു 5000 രൂപയും കൊണ്ട് നമ്മുടെ കയ്യിൽ വെച്ച് തന്നു. ആ 5000 രൂപയും കൊണ്ടാണ് ഞാൻ ആശുപത്രിയിൽ പോയപ്പോൾ എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു, നമുക്കിവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ, ഇത്രയും ദിവസം ഇവിടെ കാണിച്ചു തന്നതിന് ഒരുപാട് സാമ്പത്തികം ബുദ്ധിമുട്ട് നമുക്കിപ്പോൾ ഉണ്ട്, നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്കിവിടെ തന്നെ കാണിക്കാം. എനിക്കെന്തോ ഒരു ധൈര്യം അപ്പോൾ വന്നതുപോലെ മാതാവ് എൻ്റെ കൂടെ അപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിവിടെ തന്നെ കാണിക്കാം. അങ്ങനെ പിറ്റേ ദിവസം ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബില്ല് വന്നത് 36,000 രൂപ. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു ഈ 5000 രൂപയും കൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കൊണ്ട് തന്നെ അവിടെ ഒരു ചാപ്പലുണ്ട്, നിത്യാരാധന, അവിടെ കയറി മാതാവിനോടും യേശുവിൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞ് വിളിച്ചപേക്ഷിച്ചു, എൻ്റെ യേശുവെ എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന്, അമ്മ മാതാവേ നീ തന്നെ ഇതിന് തുണയാകണമെന്നും പറഞ്ഞ് കരിഞ്ഞ് വിളിച്ചപേക്ഷിച്ചു. അമ്മ മാതാവ് പലരുടെയും രൂപത്തിൽ എൻ്റെ കയ്യിൽ അവിടെ ബില്ല് എത്ര രൂപയായോ അതിനേക്കാൾ ഇരട്ടി എൻ്റെ കയ്യിൽ പൈസ കൊണ്ടെത്തിച്ചു. ഞാൻ കൊണ്ടുപോയത് വെറും 5000 രൂപയാണ്. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പം അവിടെ ബില്ലടച്ച് ഞങ്ങൾക്ക് 2 മാസത്തെ വാടക പെൻഡിങ് വന്നു. ആ പൈസ വരെ എൻ്റെ അമ്മ എനിക്ക് ഒതുക്കി തന്നു. അങ്ങനെ അവിടെ ഇരുന്ന് തന്നെ വലിയ അനുഗ്രഹം എനിക്ക് എൻ്റെ അമ്മ തന്നു. അങ്ങനെ എൻ്റെ ഭർത്താവിനെ ഡിസ്ചാർജ് ആവാൻ പോണതിൻ്റെ തലേ ദിവസം രാത്രി ഒരു അക്രൈസ്തവരായിട്ടുള്ള ഒരു കുടുംബത്തെ പരിചയപ്പെടാനിടയായി. അവരുടെ അമ്മ കൈ തളർന്ന് സ്ട്രോക്ക് വന്ന് ICUവിൽ 3 ദിവസം വച്ചേക്കുകയായിരുന്നു.
അപ്പോൾ അവരെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഒരാഴ്ചയായി അമ്മയെ കൊണ്ടുവന്നിട്ട് ഇതുവരെ അമ്മ കണ്ണ് തുറക്കുന്നില്ല എന്ന്. അപ്പം എനിക്ക് തോന്നി, ഞാൻ അവരോട് പറഞ്ഞു ഞാൻ വന്ന് പ്രാർത്ഥിക്കാമെന്ന്. എന്നിട്ട് ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എടുത്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോയിട്ട് നോക്കിയപ്പോൾ അവർ റൂം അടച്ചിട്ടേക്കായിരുന്നു, രാത്രിയായി. അപ്പം ഞാൻ തിരിച്ച് വന്നപ്പോൾ അങ്കിള് പറഞ്ഞു, അത് ആ മോള് തിരക്കി വന്നിരുന്നു, പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോഴത്തേക്കും ഞങ്ങളെ തിരക്കി റൂമിലോട്ട് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ രാവിലെ ഞാൻ വരാമെന്ന്. അവരെന്നെ തിരക്കി വന്ന സമയം കൊണ്ട് അമ്മ മാതാവ് അവിടെ പോയി ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ഒരാഴ്ച കണ്ണ് തുറക്കാതെ കിടന്ന അമ്മ ആ സമയത്ത് കണ്ണ് തുറന്നു. സ്ട്രോക്ക് വന്ന് തളർന്നു പോയ അമ്മയായിരുന്നു. അവർ കണ്ണ് തുറന്ന് അവരെ നോക്കുകയും ചെയ്തു. പിറ്റേ ദിവസം വന്ന് അവർ പറഞ്ഞു, ചേച്ചി ഒന്നുകൂടെ വന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ പോയി ഉടമ്പടി ഉപ്പും തൈലവും കൊണ്ടുപോയി ഉപ്പ് വെള്ളത്തിൽ കലക്കി അവരുടെ ശിരസ് മുതൽ പാദം വരെ കഴുകി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്നെ നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് കൃപാസന മാതാവിനെ അറിയാവോ? അപ്പം അമ്മ പറഞ്ഞു, എനിക്കറിയാം മോളെ, ഞാൻ പ്രാർത്ഥന കാണാറുണ്ട്. എന്നോട് അമ്മ അപ്പം സംസാരിച്ചത് അതാണ്. ഒരാഴ്ച കണ്ണ് തുറക്കാതെ വയ്യാതെ കിടന്ന ഒരു അമ്മയായിരുന്നു അത്. അങ്ങനെ അവർ സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ആവിയതിൻ്റെ പിറ്റേ ദിവസം അവരും ഡിസ്ചാർജായി ഹോസ്പിറ്റലിൽ വിട്ടുപോയി. പിന്നെ ഉള്ളത്, എനിക്ക് ഹാർട്ടിന് അസുഖം ഉണ്ടായിരുന്നു. ഷുഗർ പേഷ്യൻ്റാണ്. നട്ടെല്ലിന് തേയ്മാനം ഉണ്ടായിരുന്നു. ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഞാനാണ്. അങ്ങനെ ഒത്തിരിയേറെ അസുഖങ്ങൾ എൻ്റെ ശരീരത്തിനും ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്കിനി ഈ ബെൽറ്റും വേണ്ട, ഷുഗറിൻ്റെ മരുന്നും കഴിക്കൂല, ഹാർട്ടിൻ്റെ ഗുളികയും കഴിക്കൂല. ഇവിടെ നിന്ന് വന്ന് പോയതിന് ശേഷം ഇതുവരെ ആ ടാബ്ലറ്റ് ഒന്നും ഞാൻ തൊട്ടിട്ടില്ല. എന്ത് വന്നാലും ഞാൻ എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഉടമ്പടി തൈലവും ഉപ്പും മാത്രമാണ്. ചില സമയത്ത് നെഞ്ചുവേദന ഇങ്ങനെ വരുമ്പോൾ ഞാൻ മാതാവിനോട് പറയും, മാതാവേ ഒരു മരുന്നും ഞാൻ തൊടത്തില്ല, എനിക്ക് ഉടമ്പടി തൈലം മാത്രം മതി, വേറെ ഒന്നും എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ആ വേദന എവിടെ പോകണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉടമ്പടി തൈലം വഴി ഉപ്പും വഴി എനിക്ക് ഒരുപാട് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രം, ഞങ്ങൾ ഇപ്പം ഒക്ടോബർ തൊട്ട് ഡിസംബർ വരെയുള്ള പത്രം വന്ന് വാങ്ങിച്ച് ഞങ്ങൾ പ്രേക്ഷിത വേല ചെയ്യുന്നുണ്ട്. കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയും ആഹാരമില്ലാതെ അലയുന്ന അനേകം മക്കളുണ്ട് നമ്മുടെ അവിടെ ഇരിക്കുന്ന വയസ്സായ അപ്പച്ചനും അമ്മച്ചിക്കൊക്കെ ആഹാരങ്ങൾ കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ദിവസേന കുർബാനയ്ക്ക് പോകാറുണ്ട്. കുർബാന മുടക്കാറില്ല. എല്ലാ മാസവും കുമ്പസാരിക്കാറുമുണ്ട്. പിന്നെ ബൈബിള് അരമണിക്കൂർ എല്ലാ ദിവസവും ഞാൻ വായിക്കും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഒരു ദിവസം പോലും മുടങ്ങാറില്ല. ഉടമ്പടി ധ്യാനവും കൂടും. ഇവിടെ വന്ന് കൂടാൻ പറ്റിയ ഇവിടെ വന്ന് ധ്യാനവും കൂടാറുണ്ട്. അങ്ങനെ ഇപ്പം 18 വർഷമായിട്ട് മദ്യപിച്ചിരുന്ന എൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറ്റി എൻ്റെ അമ്മ മാതാവ് ഞങ്ങളുടെ കുടുംബത്തെ വഴി നടത്തി അനുഗ്രഹിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ നിർത്തുന്നു. ചിത്തമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെ സാക്ഷിയാക്കിയതിന് കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് സന്ധ്യ. ഞാൻ തൃശ്ശൂർ ചിയാരം വിജയമാത ഇടവകയിൽ നിന്ന് ഞാൻ വരുന്നു. ഇത് എൻ്റെ ഭർത്താവ് സാബു. ഞാൻ 22 നവംബർ മാസത്തിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി ഇവിടെ എടുത്തത്. അനിയൻ്റെ ഭാര്യ മൂലമാണ് ഞാനിവിടെ വന്നത്. അവളെപ്പോഴും പറയും, ചേച്ചി ഇങ്ങോട്ട് വായ, നമുക്ക് ഇവിടെ ഒരുമിച്ച് പോവാം. അപ്പം ഞാൻ അവളോട് പറയും, മാതാവ് എല്ലായിടത്തും നമ്മുടെ പള്ളിയിലുണ്ട്, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ അവളോട് പറയും. അപ്പോൾ അവൾ എന്നും നിർബന്ധിക്കും, ഞാൻ വരാറില്ല. അങ്ങനെ വീട്ടിൽ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളായപ്പോൾ അവൾ എന്നെ പറഞ്ഞു, നിങ്ങൾ വായൊരു എൻ്റെ കൂടെ വെറുതെ വന്നാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് കൂട്ടിനാന്ന് പറഞ്ഞു. എൻ്റെ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി ഒന്നും എടുത്തില്ല, ഒരുങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ മൊബൈലിൽ നോക്കുമ്പോൾ അതിൻ്റെ വചനങ്ങളും സാക്ഷ്യങ്ങളൊക്കെ ഞാൻ എടുക്കാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തന്നെ കയറി വരും. അങ്ങനെ അത് കണ്ടു. പിന്നെ എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് മനസ്സിൽ വല്ലാത്തൊരു
ആഗ്രഹമായിരുന്നു. പിന്നെ ഞാൻ നോയമ്പെടുത്ത് പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് ഒരുങ്ങി ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ആദ്യത്തെ 3 മാസം ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ ജീവിതത്തിൽ അനുഭവിക്കാത്ത ദുരിതങ്ങളായിരുന്നു. എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. എനിക്ക് 3 പെൺമക്കളാണ്. അവരെ വിദ്യാഭ്യാസവും എല്ലാ കാര്യങ്ങളും. അപ്പോൾ എന്നെ ഞങ്ങൾ ലോൺ എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും എല്ലാതും കൂടി ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. ഞാൻ നിയോഗങ്ങൾ എഴുതിയതിൽ 4ാമത്തെ ഉടമ്പടിയിട്ട് എഴുതിയത് എൻ്റെ ഭർത്താവിൻ്റെ അനിയന്മാർ തമ്മിൽ വഴക്കായിരുന്നു. ഏറ്റവും ആദ്യം എനിക്ക് ഇങ്ങനെ നിയോഗം സാധിച്ച് കിട്ടിയത് അവരെ വഴക്ക് തീർന്നതാണ്. അത് ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞ് പുതുക്കാൻ ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, 3 മാസം ഞാനിവിടെ കുറേ ദുരിതങ്ങൾ ഞാൻ അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് ഭയങ്കരമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പുതുക്കി കഴിഞ്ഞ് ഞാൻ അവിടെ സൈൻ ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഭയങ്കര വാസന വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണാനുള്ള ആഗ്രഹത്തോടെ ഞാൻ പറഞ്ഞു, കടങ്ങളുള്ള കാരണം ജപ്തിയുടെ ഒരു ഇതിലെ നോട്ടീസും ബാങ്കുകാർ പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്യുമെൻ്റ് ഇല്ലാണ്ട് അച്ഛനെ കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് കാണാൻ സാധിച്ചില്ല. പിന്നത്തെ മാസം ഞാൻ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഞാനത് കൊണ്ടുവന്ന് അച്ഛനെ എനിക്ക് പുതുക്കും വേണം. അപ്പോൾ പുതുക്കി ഇവിടെ വന്നപ്പോഴേക്കും അച്ഛൻ്റെ അവിടെ ടോക്കൺ എടുക്കണവരൊക്കെ പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അത് കഴിഞ്ഞ് പുതുക്കി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് കൊന്ത എത്തിക്കാൻ ഇവിടെ വന്നിരുന്നു. കൊന്ത ഞാൻ ആൾക്കാരോടെ ചെല്ലി കൊന്ത കഴിയണവരെ എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം നന്നായി വന്നു. എന്നിട്ട് ഞാനിവിടെ വന്ന് നോക്കിയപ്പോൾ അവിടെ ടോക്കൺ വീണ്ടും കൊടുത്തു തുടങ്ങി ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ ഞാൻ പോയി നമ്പർ എടുത്തപ്പോൾ എനിക്ക് 1 നമ്പർ കിട്ടി. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് ആകെ ഒരു വഴി, ഞങ്ങളുടെ വീട് വിറ്റാലേ ഞങ്ങൾക്ക് ഈ കടം തീർക്കാൻ പറ്റുള്ളൂ, വേറൊരു ഓപ്ഷൻ ഞങ്ങളുടെ മുന്നിലില്ല. എന്നിട്ട് ഇവിടെ വന്ന് ഞാൻ ഇതിപ്പോൾ അച്ഛനോട് ഇത് കാര്യങ്ങൾ പറഞ്ഞ് അപ്പോൾ അച്ഛൻ ഒരു ലോക്കറ്റ് എനിക്ക് വെഞ്ചരിച്ച് തന്നു. ഇത് ഏത് സ്ഥലം വെക്കണം അവിടെ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കുഴിച്ചിടാൻ പറഞ്ഞു എന്നോടത്ത്. അതുപോലെ ചെയ്യാനായിട്ട് ഞാനിവിടുന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ വന്നിരുന്ന ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വീട് വാങ്ങുന്ന ചേച്ചി, ജോസ്ഫിൻ ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി. അന്ന് ബസ്സിൽ അവരും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പറഞ്ഞു ഞങ്ങളുടെ വീട് കൊടുക്കുന്നുണ്ട് എത്രയ്ക്കാന്നൊക്കെ എന്നോട് ചോദിച്ചു. അതങ്ങനെ പോയി. പക്ഷെ അന്ന് പ്രദക്ഷിണത്തിന് എനിക്ക് മാതാവിനെയും കിട്ടി, എല്ലാ അനുഗ്രഹങ്ങളും ഒരുമിച്ച് കിട്ടിയ പോലെയായിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് 2 മാസം കഴിഞ്ഞിട്ട് ഈ ചേച്ചി തന്നെ ഞങ്ങളുടെ വീട് വാങ്ങിയത്. ഇന്നലെ ആ വീടിൻ്റെ തീറായിരുന്നു. അപ്പോൾ തീറ് കഴിഞ്ഞ ഉടനെ ഞാനിവിടെ വരണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിവിടെ വന്നത് ഞങ്ങളുടെ എല്ലാ കടങ്ങൾക്കുള്ള ഒരു പരിഹാരമായിരുന്നു അത്. പിന്നെ സഹോദരന്മാരെ വഴക്ക് തീർന്നു. അവരെ എല്ലാവരും പരിശ്രമിച്ചും തീരാത്ത വഴക്ക് ഇവിടെ ഉടമ്പടി എടുത്ത് ഞാൻ ചെന്ന് അവർ തമ്മിൽ തന്നെ വർത്തമാനങ്ങൾ പറഞ്ഞ് അതൊക്കെ തന്നെ തീർന്നു. പിന്നെ എൻ്റെ മക്കൾ 3 പെൺമക്കളാണ്. മൂത്ത ആൾ BSc നഴ്സിങ്ങിന് 4ാം കൊല്ലം പഠിക്കണേ, രണ്ടാമത്തെ മകൾ ഏവിയേഷന് 2ാം വർഷം, താഴെ മോള് +1-നാണ്. അപ്പോൾ മൂത്ത മോൾക്ക് നഴ്സിംഗ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ അവസ്ഥയിൽ എങ്ങനെ പഠിപ്പിക്കുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഏവിയേഷന് പഠിക്കുന്ന മകളും പക്ഷേ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ആ സമയത്ത് എനിക്ക് അവർക്ക് BSc നഴ്സിങ്ങിന് 10 ലക്ഷം എനിക്ക് പഠിപ്പിക്കുന്ന സമയത്ത് ആ ദിവസം വരെ എനിക്ക് എങ്ങനെ ആൾക്കാരാണ് എനിക്ക് പൈസൻ്റെ കൊണ്ട് ഫീസ് അടയ്ക്കാൻ പറഞ്ഞ കുറേ സഹായങ്ങൾ എനിക്ക് വന്നു. അങ്ങനെ ഫീസ് അടച്ച് ഇപ്പോഴേ 4ാം കൊല്ലത്തെ ഫീസ് വരെ ഞാൻ അടച്ച് തീർന്നുണ്ട്. ഇനി ഈ കൊല്ലം കൂടി അവൾക്കുള്ളൂ. അപ്പോൾ ഏവിയേഷൻ പഠിച്ച മകൾക്കും ഇത് വേറെ അവരുടെ ഫീസിൻ്റെ കാര്യത്തിന് വേറെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ മകൾക്ക് ഒരു വയറുവേദന വരായിരുന്നു, അത് തൈലം പൂശി മാറി. പിന്നെ എൻ്റെ ഭർത്താവ്, അത് വലിയൊരു അനുഗ്രഹമാണ്. എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ 22 വർഷമായി. അപ്പോൾ 22 വർഷമായാലും മുപ്പാടും ആൾ മദ്യപിക്കുന്നത്. 28 വർഷമായ മദ്യപാനം. ഇത് ഞങ്ങൾ പല കാര്യം ഞങ്ങൾ ധ്യാനങ്ങൾക്കും ഇതിനൊക്കെ പോവാറൊക്കെ ഉണ്ട്. പക്ഷേ ഒരുമിച്ച് പോകാറുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ നിർത്താമെന്ന് ആഗ്രഹം പറഞ്ഞെങ്കിൽ ഇതുവരെ നിർത്താൻ സാധിച്ചിട്ടില്ല. നിർത്താമെന്ന് പറയും, 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. ആ ഒരു അവസ്ഥയായിരുന്നു. അവസാനമായപ്പോൾ ആദ്യം കുറച്ച് കഴിച്ച് പിന്നെ അത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. രാവിലെ പോയിട്ട് തന്നെ കഴിച്ചു തുടങ്ങും. അവസാനമായപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച മാതാവിനോട് ഇപ്പോൾ കരഞ്ഞു പറഞ്ഞു, എല്ലാ കാര്യങ്ങളും നീ എനിക്ക് വേഗം തോന്നി, ഇത് മാത്രം എനിക്ക് നിർത്തി തരുന്നില്ലോ എന്ന് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിലെ പെരുന്നാൾക്ക് എല്ലാവരും കൂടിയുണ്ടായിരുന്നു. ആ പെരുന്നാൾക്ക് ഇങ്ങോട്ട് കഴിച്ച് വന്ന ഒരു ശല്യങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ല. മക്കളെ ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹം, കഴിച്ചും പിന്നാട് ഇങ്ങനെ കൊടുക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ ആ പെരുന്നാൾക്ക് പതിവില്ലാത്ത പോലെ എല്ലാവരായിട്ടും വഴക്കും ഭയങ്കര ബഹളമായിരുന്നു.
അപ്പോൾ അനിയന്മാരും എല്ലാവരും കൂടി ആകെ അതിശയിച്ചു. എല്ലാവരും കൊണ്ട് പിറ്റേ ദിവസം തന്നെ ഡോക്ടർ തന്നെ ഇപ്പോൾ പ്രഷർ ഭയങ്കര ഹൈ പറഞ്ഞു, ഇന്ന് കൊടുന്നില്ലെങ്കിൽ ഒരു വർഷം തന്നെ പോയേനെ എന്നുള്ള അവസ്ഥയായിരുന്നു. പിന്നെ അന്ന് തൊട്ട് ആൾ മദ്യപ്പിച്ചിട്ടുമില്ല. ഇന്നേ ദിവസം ഇപ്പോൾ 9 മാസമായി, ഇപ്പോൾ കഴിച്ചിട്ടില്ല. മാതാവ് അങ്ങനെ ഒരു അവസരം കൂടി ഞങ്ങൾക്ക് തന്നു. പിന്നെ എൻ്റെ മക്കൾക്ക് ഫീസിൻ്റെ കേസൊക്കെ നല്ല ഭംഗിയായി നടക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാനിവിടുന്ന് പത്രം വാങ്ങി എല്ലാ മാസവും ഞാൻ വരാറുണ്ട്. എല്ലാ മാസം വരാറ് ഞാൻ ആദ്യം വേറൊരു ബസ്സിലാണ് വരുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ടൗണിൽ നിന്നൊരു ബസ്സുണ്ടായില്ല വരാറ്. പക്ഷേ അതിനുശേഷം ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് ചേച്ചിമാരിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കും നീ ഉണ്ടോ എന്ന് ചോദിക്കും. അവർ കൊണ്ടുപോകുന്നത് ഫ്രീ ആയിട്ട് എല്ലാ മാസവും 3 മാസം ഒരു ജോയ് ബ്രദർ എന്ന് പറഞ്ഞൊരു ബ്രദർ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ 100 രൂപയാണ് ഞങ്ങളാകെ കൊടുക്കുക. ആ 100 രൂപ കൊടുക്കുന്നത് അവർ വേറെ അനാഥശാലകൾക്കൊക്കെ സഹായത്തിന് വേണ്ടിയാണ് അവർ വാങ്ങണേ. അത് ഞങ്ങൾ എല്ലാ മാസവും ഞാൻ 3 മാസം കൂടുമ്പോൾ വരാമെന്ന് വിചാരിച്ച് എനിക്ക് എല്ലാ മാസവും വരാൻ അവിടെ സാധിക്കാറുണ്ട്. അവർ കാരണം ഞങ്ങളുടെ ഭാഗത്തെ കുറേ ചേച്ചിമാരോട് ഉടമ്പടി എടുക്കലും അവരെ കൂടെ പോവാറുമുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയും ഞങ്ങളവിടുത്തെ തൃശ്ശൂർ അത്താണിയിൽ പീസ് ഹോമിൽ ഞങ്ങൾ പോവാറുണ്ട്. അവിടുത്തെ രോഗികളായി കിടക്കുന്നവർക്ക് തന്നെ എഴുന്നേൽക്കാനൊന്നും അവർക്ക് പറ്റില്ല. അപ്പോൾ അവർക്ക് കുളിപ്പിക്കാനോ ഭക്ഷണം അരി കൊടുക്കാനോ അങ്ങനത്തെ സഹായത്തിനൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു പാലക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അമ്മമാരുടെ ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് പോയി അവർക്ക് പറ്റുന്ന സഹായങ്ങൾ കാണിക്കുകയും ചെറു സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ പത്രങ്ങൾ എല്ലാവർക്കും മെഡിക്കൽ കോളേജ്, റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയൊക്കെ എല്ലാവരെയും കൊടുക്കാറുണ്ട്. പിന്നെ പള്ളിയിൽ ഞാൻ ഞായറാഴ്ചകളിൽ പോകാറുണ്ടായിരുന്നു. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ തോന്നുമ്പോൾ പോകും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്താൽ പിന്നെ പരമാവധി മുടങ്ങാണ്ട് ഞാൻ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കോളും, ബൈബിളും വായിക്കും. എനിക്ക് പറ്റാവുന്ന സമയങ്ങളൊക്കെ ഞാൻ പള്ളിയൊക്കെ ചെയ്യാറുണ്ട്. കുടുംബ പ്രാർത്ഥനയും മുടങ്ങാണ്ട് ചെല്ലും. പിന്നെ എന്ത് വന്നാലും നേരിടാമെന്നുള്ളൊരു ശക്തി ഉണ്ട് എനിക്ക്. എൻ്റെ സഹായികളിൽ നിന്ന് മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.